ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കുവാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴുത്ത കൂഴച്ചക്കയുടെ ഒരു 15 ചോള ഒന്നൊരു ചട്ടിയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അമൃതംപൊടി കിട്ടുമല്ലോ, അങ്ങനെ മേടിക്കുന്നത്, അതൊരു പാക്കറ്റ് അതുമായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 3-4 ഏലക്ക ചതച്ചത്, പിന്നെ 1 കപ്പ് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ പാല്, ഇത്ര ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട, പഞ്ചസാരയും ചേർക്കണ്ട. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലുള്ള മധുരം നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കുഴച്ചിട്ട് അടച്ച് വെക്കുക. 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത വട്ടയില, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുമല്ലോ, ആ വട്ടയിലയിൽ ഇത് ഒന്ന് പരത്തി ഇല ഫോൾഡ് ചെയ്ത് വെക്കുക. അതെങ്ങനെയാണ് വീട്ടിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വട്ടയില കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് സെൻറ്ററിലേക്ക് നമ്മൾ ഒരു പിടി മാവ് എടുത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്തിട്ട് ഈ ഇല നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഈർക്കിലൊന്നും കുത്തി ടൈറ്റാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൂടി എടുത്ത് അപ്പത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. ആവി കയറ്റുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം സിമ്മിലിട്ട് 15 മിനിറ്റ്, അപ്പോൾ മൊത്തം അരമണിക്കൂറൊക്കെ മതിയാകും. ലീഫിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫുഡാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അമൃതംപൊടി കിട്ടുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല കുറുക്കുണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പം വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട്. ഇനിയിപ്പോൾ ഏകദേശം വേവാറായിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുവാണേ. ഇതേ കണ്ടില്ലേ, കളറൊക്കെ മാറി നല്ല അടിപൊളി സ്വാദിഷ്ടമായ അപ്പം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.